ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്റ്റോറി വന്നിട്ട് റിയൽ ആയിട്ട് നടന്നിരിക്കുവാണ്. നിങ്ങൾക്ക് അത് വളരെ ഷോക്കിംഗ് ആയിരിക്കും. 14 വയസ്സുള്ള ക്ലെറ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിരിക്കുന്ന ഹെലൻ എന്ന് പറയുന്ന 19 വയസ്സുള്ള സ്വന്തം ചേച്ചിയെ മർഡർ ചെയ്തിരിക്കുവാണ്. അതും ഉറങ്ങിയിരിക്കുന്ന സമയത്തിലായിരുന്നു. ഇത് മാത്രമല്ല, ആ മർഡർ ചെയ്ത ശേഷം അവളുടെ പ്രവൃത്തി, അതിനുശേഷം അവൾ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഷോക്കിംഗ് ആയിരിക്കും. അവൾ സ്വന്തം കൈകൊണ്ട് തൻ്റെ ചേച്ചീനെ കത്തിയിൽ കുത്തി കൊന്നിട്ട് അതിനെ വീഡിയോ ചെയ്തിട്ട് അവൾ തൻ്റെ ടിക്ടോക്കിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുവാണ്. വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം വന്നിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ അത് ഒരുപാട് ജനങ്ങൾ കണ്ടിരിക്കുവാണ്. എന്ന് വെച്ചാൽ ആ വീഡിയോ ഒരുപാട് വൈറലായിരിക്കുവാണ്. അതിന് ശേഷം ടിക്ടോക്കിൻ്റെ മൾട്ടിപ്പിൾ റൂൾസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ടിനെ റിമൂവ് ചെയ്യും. അവൾ വന്നിട്ട് ആ വീഡിയോയിനെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവൾക്ക് 11,000-ൽ അധികം ഫോളോവേഴ്സ് കൂടും. ഇവിടെ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ വരും. ക്ലെയറ വന്നിട്ട് സ്വന്തം ചേച്ചിയായ ഹെലനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായി, അതേ രീതിയിൽ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അവൾ എന്തിനാ ഈ കൃത്യം ചെയ്ത്, അതിന് കാരണം എന്തുവാ എന്ന് നോക്കാം. ഒരുപാട് നാച്ചുറൽ ആയിരിക്കുന്ന ക്ലെയറ വന്നിട്ട് ഇപ്പോൾ കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ ആയിരിക്കുക. ഇതിൻ്റെ പുറകിലുള്ള കാരണം എന്താണ്? പെൻസിൽവേനിയ എന്ന് പറയുന്ന സ്ഥലത്തിൽ വന്നിട്ട് ഇവർ കുടുംബമായി താമസിച്ചുണ്ടാവും. ഹെലൻ, ക്ലെയറ, പിന്നെ അച്ഛനും അമ്മയായിട്ടാണ് ഇവർ താമസിച്ചുണ്ടായത്. ക്ലെയറിന് വന്നിട്ട് 14 വയസ്സാണ്, ഹെലന് വന്നിട്ട് 19 വയസ്സാണ്. ഹെലൻ വന്നിട്ട് ഫിസിക്കലി ഡിസേബിൾഡ് ആണ്. ക്ലെയറ വന്നിട്ട് പ്രായത്തിൽ കുറവാണെങ്കിലും അവളുടെ ചേച്ചീനെ ഒരുപാട് റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് സംസാരിച്ചുണ്ടായത്. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. എല്ലാം ടീനേജേഴ്സിൻ്റെ പോലെ ഇവർ സ്കൂൾക്ക് പോകുന്നുണ്ടായി. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന എല്ലാ ഗെയിംസിലും ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായി, ഒരുപാട് ആക്റ്റീവ് ആയിട്ടുണ്ടായി. അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് അച്ഛയുടെ കൂടെ അമ്മയുടെ കൂടെ ഒരുപാട് ഡാൻസ് കളിക്കുന്നതാവട്ടെ, അങ്ങനെ ഇവർ ഒരുപാട് ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പം നടന്നിരിക്കുന്ന കൃത്യം നോക്കിയാൽ അത് കംപ്ലീറ്റ്ലി അപ്പോസിറ്റ് ആണ്. ആ നടന്നിരിക്കുന്ന ഇൻസിഡൻറ്റ് വന്നിട്ട് അവരുടെ പേരൻസിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കുവാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ കേസ് വന്നിട്ട് വളരെ ഷോക്കിംഗ് ആയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ക്ലെയറ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവ് ആയിരുന്നു. അവൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 29,000-ൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. ടിക്ടോക്കിൽ വന്നിട്ട് അവൾ ലിപ് സിംഗിങ് ആവട്ടെ, അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ആയിരുന്നു പോസ്റ്റ് ചെയ്തുണ്ടായത്. എല്ലാം ശരിയായി പോയിക്കൊണ്ടായതാണ്. ഫെബ്രുവരി 21-ന് നടന്ന ഒരു കൃത്യമുണ്ട്. അവരുടെ ജീവിതം മൊത്തം മാറിയിരിക്കുവാണ്. അവർ വന്നിട്ട് അവരുടെ മനസ്സിൽ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. നല്ല സുന്ദരിയും പിന്നെ വീട്ടിൽ ഒരുപാട് ആക്റ്റീവായ ഒരുപാട് ഫേവറേറ്റ് എന്ന് പറയുന്ന ക്ലെയറ വന്നിട്ട് ആ ചെയ്ത കാര്യം വന്നിട്ട് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഇരിക്കുവാണ്. ആ ദിവസം രാത്രി ഫുഡ് കഴിച്ച ശേഷം പേരൻസ് വന്നിട്ട് കുട്ടികളോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവരുടെ റൂമിൽ ചെന്നിട്ട് കിടന്നുറങ്ങും. പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു അവരിനി കണ്ണു തുറക്കുമ്പോൾ അവരുടെ ഒരു കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടാവും, അവർക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന്. ക്ലെയറ വന്നിട്ട് ഈ മർഡർ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ആ ദിവസം രാത്രി ഹെലൻ കടന്ന ശേഷം ക്ലെയറ വന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് ഹെലൻ്റെ റൂമിലോട്ട് പോയിട്ട് ഒന്നും നോക്കാതെ അവളിനെ കുത്താൻ തുടങ്ങും. ഇത് വന്നിട്ട് ഒരു സൈഡാണ്. ഇനിയൊരു സൈഡിൽ വന്നിട്ട് ഡിസേബിൾഡ് ആയ ഹെലന് വന്നിട്ട് ഒരുപാട് പേടിയുണ്ട്, നല്ലോണം ചേരുവായിരുന്നു. ഹെലന് വന്നിട്ട് ഒരിക്കലും മനസ്സിൽ വിചാരിച്ചില്ലായിരുന്നു ഒരുപാട് കെയർ ചെയ്തുകൊണ്ടായ, ഒരുപാട് ഇഷ്ടത്തിലായ, ഒരുപാട് നല്ല റിലേഷൻഷിപ്പിലിരിക്കുന്ന ക്ലെയറ വന്നിട്ട് ഈ കാര്യം ചെയ്തത് എന്ന്. ഇപ്പോൾ അത് തന്നെയാണ് അവളുടെ ജീവൻ എടുത്തിരിക്കുന്നത്. ഹെലന് വന്നിട്ട് ഒരുപാട് ആ പെയിൻ സഹിക്കാൻ പറ്റാതെ ആവുമ്പോൾ ഹെലൻ അവിടെ തന്നെ മരിച്ചു പോകും. ഇതിന് ശേഷം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിരിക്കും. അതേ രാത്രി 1 മണി സമയത്തിൽ വന്നിട്ട് പെൻസിൽവേനിയ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോൾ വരും. പോലീസ് വന്നിട്ട് ആ ഫോൺ എടുക്കും. എന്നാൽ അപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു പെണ്ണായിരിക്കും സംസാരിച്ചുണ്ടായത്. പക്ഷെ അവൾ എന്തോ പറയാൻ ശ്രമിച്ചുണ്ടായി, പക്ഷെ അത് പോലീസിന് മനസ്സിലാവുന്നുണ്ടായില്ല. ഒരുപാട് ചോദ്യത്തിൻ്റെ ശേഷം വന്നിട്ട് പോലീസിന് ഒരു കാര്യം മനസ്സിലാവും. ക്ലെയറ വന്നിട്ട് പോലീസിനോട് ഫോണിൽ കൂടെ പറയും, ഐ സ്റ്റാബ്ഡ് മൈ സിസ്റ്റർ, എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചേച്ചീനെ കത്തിയിൽ കുത്തി എന്നാണ്. പോലീസ് വന്നിട്ട് ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് അവിടെ വരും. ആ സമയത്തിൽ ക്ലെയറ വന്നിട്ട് നിലത്തിൽ വീണിരിക്കുന്ന ചോറയെ ക്ലീൻ ചെയ്തുണ്ടായി. അവളായി തന്നെ പോലീസിനെ താൻ കൊന്നിരിക്കുന്ന ചേച്ചിയുടെ റൂമിലോട്ട് കൊണ്ടുപോകും. ആ റൂമിൽ വന്നിട്ട് ചോറയിൽ കിടക്കുന്ന ഒരു ടോയ് പിന്നെ ഒരു ഗ്ലൗസിനെ കാണും. അതിൻ്റെ കൂടെ ചുറ്റും ചോറയുടെ നടുക്കിൽ കിടന്നിരിക്കുന്ന ഹെലനെയും കാണും. പക്ഷേ ഇതിൻ്റെ മുന്നേ തന്നെ ക്ലെയറ വന്നിട്ട് അതിനെ വീഡിയോ ചെയ്ത് തൻ്റെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു. പുറത്തുണ്ടായ ആംബുലൻസിൻ്റെ ഒച്ച കൊണ്ടും പോലീസിനൊണ്ടും അവരുടെ പേരൻസ് എണീച്ച ശേഷം വന്നിട്ട്
അവിടെ നടന്നിരിക്കുന്ന കൃത്യന കാണും. അവർക്ക് അത് വളരെ ഷോക്കിംഗ് ആയിരിക്കും. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കണ്ണു തുറക്കുമ്പോൾ അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ പേരൻസിന് വന്നിട്ട് ഒരേ രാത്രിയിൽ 2 പെൺകുട്ടികളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടി വന്നിട്ട് ആംബുലൻസിൽ പോയാൽ ഇനി ഒരെണ്ണം വന്നിട്ട് പോലീസ് ജീപ്പിലായിരുന്നു. ഈ ഇൻസിഡൻറ്റ് വന്നിട്ട് ഒരു ബാഡ് ഡ്രീംസിനെ കാട്ടിലും ഭയങ്കരം അല്ലെങ്കിൽ ഒരു വേസ്റ്റ് എന്ന് പറയാൻ പറ്റും. പോലീസ് വന്നിട്ട് അവളുടെ മോട്ടീവ് അറിയാൻ വേണ്ടി അവളുടെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറയുന്ന ഉത്തരം വന്നിട്ട് സി മൈക്കൽ മയേഴ്സ്ഡ് ഹെർ സിസ്റ്റർ. ആക്ച്വലി മൈക്കൽ മയേഴ്സ്ഡ് 1978 റിലീസായ ഹെലോവീൻ എന്ന് പറയുന്ന മൂവിയുടെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ആ മൂവിയിൽ വന്നിട്ട് അവൻ തൻ്റെ സ്വന്തം ചേച്ചിനെ വന്നിട്ട് മർഡർ ചെയ്യും. ക്ലെയർ വന്നിട്ട് തന്നെ താനെ മൈക്കൽ മയേഴ്സ്ഡ് എന്ന് പറയും. പിന്നീട് വന്നിട്ട് പോലീസ് അവളെ നോട്ടീസ് ചെയ്തപ്പോൾ അവളുടെ ഫേസിലും അവളുടെ നടക്കുന്ന രീതിയിലും പ്രവൃത്തിയിലും വന്നിട്ട് അവളൊരു കുട്ടി ചെയ്ത പോലെ ഉണ്ടായില്ല. അവൾ വന്നിട്ട് അവളെ തന്നെ പ്രൗഡ് ചെയ്യുന്ന പോലെയായിരുന്നു അവളുടെ ബിഹേവിയർ. പക്ഷേ ഈ കേസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബാഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഈ കേസിൽ ആക്ച്വലായിട്ട് അവളുടെ മോട്ടീവ് എന്തുവാ എന്ന് ഇതുവരായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ ചില തിയറീസും സ്പെക്യുലേഷൻ പറയുന്നുണ്ട് അവൾക്ക് വന്നിട്ട് ഒരുപാട് ജലസ് ഫീൽ ഉണ്ടായതുകൊണ്ടാണ്. അവളുടെ ചേച്ചി വന്നിട്ട് ഫിസിക്കലി ഡിസേബിൾഡ് ആയതുകൊണ്ട് പേരൻസ് വന്നിട്ട് അവളിനെ ഒരുപാട് കെയർ ചെയ്യുന്നവർക്ക് ഒരുപാട് അറ്റൻഷൻ കൊടുക്കുന്നത് ഇവൾക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് കുറച്ച് ആൾക്കാർ ബിലീവ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ആൾക്കാർ അവളുടെ ബിഹേവിയർ കണ്ടപ്പോൾ അവളുടെ ഫേവറേറ്റ് വീഡിയോ ഗെയിം ഡങ്കൻ റോൺപ എന്ന് പറയും. ഈ ഗെയിം വന്നിട്ട് ഡാർക്ക് മെച്യൂർ സെക്സ്വൽ തീമിൽ ബേസ്ഡ് ആണ്. ഈ ഗെയിമിൽ വന്നിട്ട് ഗ്രൂപ്പ് ഓഫ് ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് ഒരാൾ വന്നിട്ട് ഇനി ഒരാളെ മർഡർ ചെയ്യാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഈ ഗെയിമാണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ബിലീവ് ചെയ്യുന്നുണ്ട്. റീസൺ എന്തൊക്കെയാണെങ്കിലും ഈ കേസിന് വന്നിട്ട് കോർട്ട് ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നാണ് ഇവിടെ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യന്. പക്ഷെ കോർട്ട് വന്നിട്ട് ഈ കേസിൽ ഉണ്ടായിരിക്കുന്ന സീരിയസ്നെസ്സിനെ നോക്കിയിട്ട് അവളിനെ അഡൾട്ട് എന്ന് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. കോർട്ട് വന്നിട്ട് അവൾക്ക് 40 കൊല്ലം വരെ ജയിൽ ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. അവളുടെ പേരൻസ് വന്നിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു പനിഷ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തിനാന്ന് വെച്ചെങ്കിൽ പേരൻസിന് വന്നിട്ട് ആൾറെഡി ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുമായിരുന്നു. ഇനി ഇരിക്കുന്ന ഒരു കുഞ്ഞിനെയും നഷ്ടപ്പെടാൻ പാടില്ല എന്നായിരുന്നു അവരുടെ മനസ്സിൽ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.